കുഞ്ഞുമക്കളെ സുഖാണോടാ നിങ്ങൾക്ക്? പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചാൽ 9ാം ക്ലാസ്സിൽ നിങ്ങൾ ഇപ്പോൾ 8ാം ക്ലാസ് കഴിഞ്ഞിട്ട് 9ാം ക്ലാസ്സിൽ എത്തിയതാണല്ലോ. അപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ്, നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ എന്തിനാണ് മാത്സും ഇംഗ്ലീഷൊക്കെ ബേസ് പിന്നെ നമ്മൾ ലെവലാക്കുന്നത് അല്ലെ? ബേസ് എന്ത്, ഫൗണ്ടേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു ടോക്ക് ഞാനും മിഷാൻ സാറും കൂടെ ഇങ്ങനെ ഞങ്ങൾ ഈ ടോക്കിലൂടെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ആദ്യം മാത്സിന്റെ ഒരു ബേസിനെ കുറിച്ച് ചോദിക്കുന്നത്, എന്തിനാണ് സാറേ 9ാം ക്ലാസ്സിൽ മാത്സിന്റെ ഒരു ബേസ് 9 തന്നെ വേണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? അതായത് 8ാം ക്ലാസ്സിന്റെ ഒരു അത് 8ന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. 8ാം ക്ലാസ്സിൽ എല്ലാത്തിന്റെയും ഏറ്റവും ചെറിയ, അതായത് നമ്മൾ LP UP പഠിച്ച സാധനങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് പഠിപ്പിക്കുകയാണ് 8ൽ ചെയ്യുന്ന കാര്യം. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചുകൂടെ ലെവല് കൂട്ടുന്നതാണ് 9. ഇപ്പൊ 8ാം ക്ലാസ്സിൽ ഇപ്പൊ ഞാൻ ഫിസിക്സിന്റെ കാര്യം പറയാം. ഫിസിക്സ് ആണെങ്കിലും കുറച്ചുകൂടെ പറയാം. 8ാം ക്ലാസ്സിൽ ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. 8ൽ ഫിസിക്സ് എന്നുള്ള 8ൽ അവർ ബേസിക് സയൻസ് ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രം. അപ്പൊ അതിൽ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കേട്ടിട്ടുണ്ടാവും, തന്നെ ബുക്കിലുണ്ട്. അതിൽ ഫിസിക്സ്, അതായത് ഊർജ്ജതന്ത്രം, അതിൽ 1ാമത്തെ ചാപ്റ്റർ വരെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്നാണ്. അത് 8ല് 1ാമത്തെ ചാപ്റ്റർ വരെ. ഒരു 9 കഴിഞ്ഞ് 10 +1 ആയിക്കോട്ടെ +2 ആയിക്കോട്ടെ, ഫിസിക്സ് ഏത് വരെ പഠിക്കുന്നുണ്ടോ അത്രയും കാലം ഉപയോഗിക്കാനുള്ള സാധനമാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. യൂണിറ്റുകൾ അത്ര ഇമ്പോർട്ടന്റ് ആണ്. അതായത് അതിപ്പോ എക്സാമ്പിൾ ആയിട്ട് അപ്പൊ യൂണിറ്റിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. എക്സാമ്പിൾ ആയിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഞാൻ 2 തരാറുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ ചിന്തിക്കാം. 2 അടി തരാം, 2 മിഠായി തരാൻ ചിന്തിക്കാം, ഇങ്ങനെ പലതും ചിന്തിക്കാം. പക്ഷെ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് 2 കിലോ ഇറച്ചി, കിലോ എന്ന് പറഞ്ഞാൽ അത് മാസ് ആണെന്നായി. ഞാൻ 2 സെക്കൻഡ് പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 സെക്കൻഡ് സമയം സംസാരിക്കാൻ തരാം. ഓക്കെ, ഞാൻ 2 മീറ്റർ തരാന്ന് പറഞ്ഞാൽ ഇത്ര നീളത്തുള്ള എന്തോ ഒരു സാധനം തരാന്നുള്ളതാണ്. അതായത് അതിന്റെ ഇമ്പോർട്ടൻസ് ആണ്, യൂണിറ്റിന്റെ ഇമ്പോർട്ടൻസ് ആണ് അത്. നമ്മുടെ 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. 9th എത്ര സമയത്ത് ആ ഒരു ബേസ് വരയ്ക്ക് എന്തായാലും വേണം. അതുപോലെ ക്ലിയർ ആയിട്ടുണ്ടാവും. അതായത് +1ലും +2ലൊക്കെ ഈ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് ലൈഫിൽ എല്ലായിടത്തും ഉപയോഗിക്കേണ്ടി വരും. കാരണം മീറ്റർ, സെന്റിമീറ്റർ ഇതൊക്കെ എല്ലായിടത്തും ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പൊ ഇത് ഫിസിക്സ് ക്ലിയർ ചെയ്യണമെങ്കിൽ ഒരു കുട്ടിക്ക് മാത്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ കിലോ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ മെഷർമെന്റ് ആണെങ്കിൽ എല്ലാത്തിലും ഇപ്പൊ നമുക്കറിയാലോ, എല്ലാം നമ്മൾ മെഷർ ചെയ്യുന്ന സാധനങ്ങളാണ്. അളവാണ്, അളവിനൊക്കെ കണക്ക് എന്ന് പറഞ്ഞ വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ 8ാം ക്ലാസ്സിൽ ബേസിക് ആയിട്ട് നമ്മൾ മാത്സിൽ പഠിക്കുന്നത് പറഞ്ഞ വെച്ചാൽ അരിക്കണം, ഗുണിക്കണം, ഈ ഓപ്പറേഷൻസ് ആണ്, ബോർഡ് മാസ് പോലുള്ള സാധനങ്ങളൊക്കെയാണ്. പക്ഷെ 9ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് ഇനി എന്താ ശരിക്കും 9ാം ക്ലാസ്സിൽ മാത്സിന്റെ ഏകദേശം 18ഓളം ചാപ്റ്ററുകളുണ്ട്. 9ാം ക്ലാസ്സിൽ മാത്സ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു 15 കാണുള്ളൂ. 3 കഴിഞ്ഞ വർഷം, ഈ വർഷത്തെ കുട്ടികൾക്ക് ഉണ്ടാവില്ല, കാരണം 8ൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. 3 ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് 3 എക്സ്ട്രാ ചാപ്റ്റേഴ്സ് ആണ്. കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ 18 ചാപ്റ്റർ വരെ പഠിച്ചത്. ഓക്കെ, അതിൽ തന്നെ നിങ്ങൾ പലതും പഠിക്കും. നെഗറ്റീവ് നമ്പേഴ്സ് എന്താണ്, അതായത് നമ്പർ എന്താണ് നെഗറ്റീവ് നമ്പേഴ്സ്, അതുപോലെ തന്നെ സർക്കിൾസിനെ കുറിച്ച്, ട്രയാങ്കിൾസിനെ കുറിച്ച്, ന്യൂ നമ്പേഴ്സ്, പുതിയ നമ്പേഴ്സ്. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കേണ്ടത് ശരിക്കും 9ാം ക്ലാസ്സിലാണ് അല്ലെ? അപ്പൊ ഈ 9ാം ക്ലാസ്സിന്റെ ബേസ് ഒരു കിട്ടാത്ത കുട്ടീനെ സംബന്ധിച്ച് 10 കണക്ഷൻ കിട്ടില്ല. 9 പറഞ്ഞിട്ട് 15 ചാപ്റ്റർ നമുക്ക് 18 ഒഴിവാക്കി 15 എടുക്കാം. 15 ചാപ്റ്റർ 9ലുണ്ട്. പക്ഷെ 10ാം ക്ലാസ്സിൽ 13 ഉള്ളൂ. ഈ 9ന്റെ കണക്ഷൻ സർക്കിൾസ് പറഞ്ഞ ചാപ്റ്റർ 9 പഠിക്കാറുണ്ട്. സർക്കിൾ മെഷേഴ്സ് 10ാം ക്ലാസ്സിൽ 2ാം ചാപ്റ്ററിന്റെ പേര് സർക്കിൾസ് ആണ്. കണക്ഷൻ ഉണ്ട്. +1 +2 മാത്സിൽ ഇവിടെ ഉണ്ട്, എനിക്ക് വലിയൊരു പിടുത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇപ്പൊ ഫിസിക്സിൽ വരികയാണെങ്കിൽ 9th ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് റിഫ്രാക്ഷൻ ആണ്. 10ാം ക്ലാസ്സിൽ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര് ലെൻസസ് എന്നാ. ആ റിഫ്രാക്ഷന്റെ ബാക്കിയാണ് ലെൻസിലൂടെ കടത്തിവിടുന്ന പ്രകാശത്തിന്റെ റിഫ്രാക്ഷൻ. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് പഠിക്കാനുള്ള 9ൽ പഠിക്കാനുള്ള നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ കറണ്ട്. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ വേറെ ഇല്ല. ആ ചാപ്റ്ററുമായി കണക്ട് ചെയ്തിട്ട് 10ൽ 3 ചാപ്റ്റർ വരെ പഠിക്കാനുണ്ട്. ഇവര് പഠിക്കുന്ന ഒരു ചാപ്റ്ററിന്റെ കണക്ഷനിലെ 3 എണ്ണം ഇവിടെ 10ൽ പഠിക്കാൻ. അപ്പൊ മൊത്തം 4 ചാപ്റ്റർ കണക്ഷൻ ആയിട്ടോ. ഇനി ഒരു പഠിക്കുന്ന ലാസ്റ്റ് ചാപ്റ്റർ സൗണ്ട്. ഈ ചാപ്റ്ററാണ് നമ്മൾ 10ലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരും സൗണ്ട് വേവ്സ് എന്നാണ്. നമ്മളിപ്പോ ഇവിടെ പറയുന്നത് മറ്റേ ഇംഗ്ലീഷ് മാത്സ് മാത്രമല്ല, എല്ലാത്തിലും ഇതേപോലെ തന്നെയാണ് വരുന്നത്. അതായത് ഫിസിക്സിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞതെങ്കിലും ഫിസിക്സിന്റെ ഒരു 90% കിടക്കുന്നുണ്ട്. എല്ലാത്തിലും മെഷർമെന്റ് എന്ന് പറഞ്ഞ വെച്ചാല് കണക്ക് കൂട്ടലുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബേസിക് ആയിട്ട് നമ്മൾ പഠിപ്പിക്കൽ എല്ലാവരും എന്താണ്, ഫിസിക്സ് ഒരു ബേസിക് ആയിട്ട് പഠിപ്പിക്കൂല. മാത്സ്
മാത്സ് ഇംഗ്ലീഷ് ആണ് ശരിക്കും സാധാരണ ബേസിക് ആയിട്ട്. ഈ മാത്സിന്റെ ബേസ് ഉള്ള ഒരാൾക്കാണ് ഫിസിക്സ് ഈസി ആവില്ല. ഇപ്പൊ ഈ വർഷം നീറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം കഴിഞ്ഞു. നീറ്റ് ഇറങ്ങിച്ചാൽ നമ്മൾ ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾ ഇന്ത്യയിലുള്ള എല്ലാ കുട്ടികളും കൂടെ എന്ത് ചെയ്തും പഠിച്ചിട്ട് എക്സാം എഴുതും. ഈ എക്സാം എഴുതുന്ന സമയത്തിൽ ഏറ്റവും ടഫായിട്ട് കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്ന ഏതായിരുന്നു? ഫിസിക്സ് ആണ്. കാര്യം അവിടെ ഒരു പ്രോബ്ലം സോൾവിങ് പ്രശ്നം എന്തായിരുന്നു വെച്ചാല് നോർമലി 4 മിനിറ്റ് ഒക്കെ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യും. അത്രയും സമയം എടുക്കുന്നുണ്ട്. നോർമലി ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് ടൈമുള്ള 4 മിനിറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ലെങ്തി ക്വസ്റ്റ്യൻ അത്രത്തോളം സോൾവ് ചെയ്യാണ്ട് മാത്സ് അത്രയും മാത്സ് ആവശ്യമുണ്ട്. പക്ഷെ നിങ്ങൾ 9ാം ക്ലാസ്സിന് അതിന്റെ ബേസ് റെഡി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ നിന്ന് പിടുത്തം വിടും എന്നുള്ളതാണ്. അപ്പൊ മക്കളെ 9ാം ക്ലാസ്സിൽ നിങ്ങളെ മാത്സ് എന്തായിരിക്കണം? സെറ്റ് ആയിരിക്കണം. ഇനി ഇംഗ്ലീഷിന്റെ ഒരു സംഗതി ഞാൻ ഇംഗ്ലീഷിനെ കുറിച്ചാണല്ലോ പറയാനുള്ളത്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊക്കെ വെച്ചാല് 8ാം ക്ലാസ്സിൽ ഓൾറെഡി ചാപ്റ്റർ ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിലും എന്താണ് V1 V2 V3 എന്നൊക്കെ പറയുന്ന കുറച്ച് സാധനങ്ങളൊക്കെ എന്തായാലും കുറച്ചൊക്കെ എടുക്കുന്നുണ്ടാവും. പക്ഷെ 9ാം ക്ലാസ്സിൽ ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് മാറി. ഈ വർഷം 9ാം ക്ലാസ്സിന്റെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആവാത്ത കാരണത്താൽ കഴിഞ്ഞപ്പോ ഈ വർഷം ഒരു 10 കാവൂട്ടാം. അവരൊക്കെ എന്താന്ന് വെച്ചാല് എക്സാം പോലും ഒന്ന് മാറ്റി വെച്ചിരുന്നു ഓരോ ദിവസം. കാര്യം ചാപ്റ്റേഴ്സ് തീരാഞ്ഞിട്ട് ടീച്ചേഴ്സ് പോലും എന്തല്ല കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് സെറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇംഗ്ലീഷിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 8ാം ക്ലാസ് ഏത് നിങ്ങൾ ആലോചിച്ച് കിട്ടാം. അപ്പൊ നിങ്ങൾ പിന്നെ 8 കഴിഞ്ഞ് 9ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സെന്റൻസ് ഉണ്ടാക്കാനോ ഇതൊന്നും നമുക്കൊരു ഒരു ഐഡിയ കിട്ടുന്നില്ല. കാര്യങ്ങൾ ആലോചിച്ച് കിട്ടാം. അപ്പൊ 9ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടെങ്കിലും നമ്മൾ LKG UKG കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 11 വർഷമായി ഇവര് പോലും എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് പഠിക്കണം. 11 വർഷം ഇംഗ്ലീഷ് പഠിച്ചിട്ട് സ്വന്തമായിട്ടൊരു സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് ശരിക്കുണ്ട്. അതുകൊണ്ട് എല്ലാ പാരന്റ്സിനോടാണ് ശരിക്കും പറയാനുള്ളത്, മക്കളുടെ ഫൗണ്ടേഷൻ നമ്മളെ തറ അല്ലെ നന്നായാലും അതിന്റെ മുകളിൽ വീട് കെട്ടിയാൽ വീഴാണ്ടൊക്കെ ഉള്ളൂ. ബുർജ് ഖലീഫ എന്ന് പറയുന്ന വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബുർജ് ഖലീഫ നേരെ മണ്ണിലിട്ടാണ്ട് കല്ലിട്ട് പൊക്കി നടന്നെങ്കിൽ ഒരു കാറ്റടിച്ചാൽ ടപ്പ് വെച്ചിട്ട് വീഴും. ആ ബുർജ് ഖലീഫിന്റെ അടിയിലേക്ക് അത്രയും ആഴത്തിൽ എന്ത് പോകുന്നുണ്ട്? പിന്നെ അതിന്റെ ഫൗണ്ടേഷൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അത് കാറ്റിൽ എന്ത് ചെയ്യാത്തത്? ഒരു വലിയൊരു മരം പോലെ. ഒരു മരം നിൽക്കുന്ന അതിന്റെ വേര് അത്രയും സ്ട്രോങ് ആയിട്ടാണ്. അപ്പൊ നമ്മളെ വേരെന്ന് പറയുന്നത്, റൂട്ട് എന്ന് പറയുന്നത്, ബേസ് എന്നൊക്കെ പറഞ്ഞ ശരിക്കും അർത്ഥം എന്താണ്? തറ എന്ന് തന്നെ അർത്ഥം. നമ്മൾ തറ, ബേസ്, ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാലും നമ്മൾ വീടിന്റെ ഫൗണ്ടേഷൻ തറ എന്നാ പറയാം. ആ തറ സ്ട്രോങ് ആവണം. ഇംഗ്ലീഷ് നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും കുറച്ചേ പഠിച്ചുള്ളൂ. 9ാം ക്ലാസ്സിലാണ് ഗ്രാമറിന്റെ ഇങ്ങനെ ഇതിലേക്ക് കയറി വരുന്ന. പക്ഷെ നിങ്ങൾ NMMS അതുപോലത്തെ എക്സാം എഴുതുന്ന കുട്ടികൾ, സോറി നമ്മളെ അത് മാത്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അല്ലെ. പിന്നെ നമ്മളെ മറ്റൊരു എക്സാം ഉണ്ടല്ലോ USS എക്സാം അല്ലെ, അതിലൊക്കെ ശരിക്കും ഒരു ഇംഗ്ലീഷിന്റെ കുറച്ച് ഗ്രാമറും കാര്യങ്ങളൊക്കെ 7th പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻസ് ആണ് നമ്മൾ 9th പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ 9th എത്തിയാൽ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. ഡെഫിനറ്റ് ആയിട്ട് അതിന്റെ ബേസ് മുതൽ ക്ലിയർ ചെയ്തില്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് 25 മാർക്ക് വരുന്നത് ഇംഗ്ലീഷിന്റെ ഗ്രാമറിലാണ് വരുന്നത്. അപ്പൊ 9ാം ക്ലാസ്സിലെ ബേസ് സെറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. 80ൽ 25 മാർക്ക്. അപ്പൊ 25+, 30+ എന്താണ് ഗ്രാമർ. പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ 30% കൂടുതൽ എന്താണുള്ളത്? ഗ്രാമർ തന്നെയാണ് ഉള്ളത്. അപ്പൊ അത് നിങ്ങൾ 9ാം ക്ലാസ്സിൽ ബേസ് റെഡിയാക്കിയേ പറ്റൂ എന്നുള്ളതാണ്. അങ്ങനെ +1 നിങ്ങൾ ഇനി 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പഠനം നിർത്തുന്നില്ലല്ലോ. നമ്മൾ +1 +2 പോകും. നിങ്ങൾ +1 +2 സയൻസോ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ വാട്ട് എവർ ഇറ്റ് ഈസ് എന്താണെങ്കിലും അതിലെല്ലാത്തിലും ഇംഗ്ലീഷ് ഉണ്ടാവും എന്നുള്ളതാണ് അല്ലെ. നിങ്ങൾ സയൻസ് എടുക്കുകയാണെങ്കിൽ സയൻസ് വിഷയങ്ങൾ പ്ലസ് ഇംഗ്ലീഷ് അല്ലെ. കൊമേഴ്സ് എടുക്കുകയാണെങ്കിൽ കുറച്ച് കണക്ക് വിഷയങ്ങൾ ഇംഗ്ലീഷ്. അപ്പൊ എന്താണെങ്കിലും ഇംഗ്ലീഷ് നിർബന്ധം. തീർച്ചയായും ഇനിയിപ്പോ ഇംഗ്ലീഷ് ഇല്ലാതെ പോട്ടെ. ഇനിയിപ്പോ ഡിഗ്രിക്ക് ഫിസിക്സ് എടുത്തു, ഫിസിക്സിൽ ഫസ്റ്റത്തെ 2 ഇയറിൽ എന്തായാലും ഇംഗ്ലീഷ് ഉണ്ടാവും. അത് കഴിഞ്ഞ് 3rd ഇയറിൽ ഒരു ലാംഗ്വേജ് ഇല്ലാതെ ഇതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാ. എല്ലാ എക്സാമും ഇതിലായിരിക്കും, ഇംഗ്ലീഷിലായിരിക്കും. അപ്പൊ 9ാം ക്ലാസ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ്. അതുകൊണ്ട് മക്കളെ ഞാൻ പറയുന്നു, റാൻസിന്റെയും 9th ക്ലാസ് നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോളൂ. മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ മക്കൾക്ക് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണോ? നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. റാൻസിന്റെ ഇപ്പൊ മെയിൽ നിങ്ങൾക്ക് ഒരു ഓഫർ ഉണ്ട്. 199 നമ്മുടെ ഈ റാൻസിന്റെ 9th ക്ലാസ്സിന്റെ ഓൺലൈൻ ട്യൂഷന് റെക്കോർഡഡ് ക്ലാസ് പ്ലസ് നോട്ട്സും എല്ലാം അവൈലബിൾ ആക്കിക്കൊണ്ട് നമ്മുടെ ചാനൽ, നമ്മുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മക്കളെ ജോയിൻ ചെയ്യാൻ വേണ്ടി ലേറ്റ് ആവണ്ട. ഞങ്ങളാണ് ഇതിൽ ക്ലാസ് എടുക്കുന്നത്. ഞങ്ങളെ കൂടെ നിന്നോളൂ. ഞങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ ഉള്ള നിങ്ങളുടെ കൂട്ടുകാരുണ്ടാവില്ലേ, സീനിയേഴ്സ് ഉണ്ടാവില്ലേ, അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും കേട്ടോ. അപ്പൊ ഡു ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നമ്മൾ ഈ വീഡിയോസ് എന്ത് ചെയ്യുക, എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു വെരി മച്ച്. സീ യു.